റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനം നടന്ന റബീഉൽ അവ്വൽ മാസത്തിലാണ് നമ്മളെല്ലാവരും ഉള്ളത്. അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ച മാസം മുസ്ലിം ലോകം അള്ളാഹുവിൻ്റെ റസൂലിനെ കുറിച്ച് ധാരാളമായി പറയാനും പരിചയപ്പെടുത്താനും വേണ്ടി ഈ സന്ദർഭത്തെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾക്കെല്ലാവർക്കും അറിയാം. ഈ മാസം ഇസ്ലാമിൽ അനുഷ്ഠാനപരമായോ ആചാരപരമായോ സവിശേഷതയുള്ള മാസമായി നമുക്ക് കാണാൻ സാധിക്കുകയില്ല. എന്നാൽ ചരിത്രപരമായി അള്ളാഹുവിൻ്റെ റസൂൽ ജനിച്ച മാസം എന്ന നിലക്ക് അതിൻ്റെ സവിശേഷതയും പ്രാധാന്യവും നമുക്ക് നിഷേധിക്കാനും സാധിക്കുകയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനം നടന്ന മാസം എന്നതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ റസൂൽ ഈ ലോകത്തോട് വിട പറഞ്ഞ മാസം കൂടിയാണ് റബീഉൽ അവ്വൽ മാസം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചത് റബീഉൽ അവ്വൽ മാസത്തിലാണ് എന്ന് ചരിത്രപരമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുമ്പോഴും ഏത് ദിവസത്തിലാണ് എന്നതിനെക്കുറിച്ച് പണ്ഡിതന്മാർ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്. അതിലേറ്റവും പ്രബലമായ അഭിപ്രായമാണ് റബീഉൽ അവ്വൽ 12-നാണ് അള്ളാഹുവിൻ്റെ റസൂൽ ജനിച്ചത് എന്നത്. ഡേറ്റിന് ഇസ്ലാമിൽ വലിയ പ്രാധാന്യമില്ല, തീയതിക്ക് ഇസ്ലാമിൽ വലിയ പ്രാധാന്യമില്ല. ഇപ്പോൾ അള്ളാഹുവിൻ്റെ ഖുർആനിൽ പടച്ച തമ്പുരാൻ ധാരാളം ചരിത്രങ്ങൾ പറയുന്നുണ്ട്. ചരിത്രത്തിന്റെ സാധാരണ അറബി ഭാഷയിൽ താരീഖ് എന്നാണ് പറയാം. താരീഖ് എന്ന് പറയുന്ന വാക്കിന് തീയതി എന്നും അറബിയിൽ അർത്ഥമുണ്ട്. തീയതിക്കും ചരിത്രത്തിനും താരീഖ് എന്ന വാക്കാണ് അറബിയിൽ ഉപയോഗിക്കുക. എന്നാൽ വിശുദ്ധ ഖുർആനിൽ അള്ളാഹു ധാരാളമായി ചരിത്രങ്ങൾ പറയുന്നുണ്ടെങ്കിലും താരീഖ് എന്ന് പറയുന്ന ആ ഒരു വാക്ക് ഖുർആനിൽ എവിടെയും ഉപയോഗിച്ചിട്ടില്ല. ഖുർആനിൽ അള്ളാഹു അതിന് പകരം ഉപയോഗിച്ചത് അൽ ഖസസ് എന്ന് പറയുന്ന വാക്കാണ്. ഖുർആനിലൊരു സൂറത്തിന്റെ തന്നെ പേര് അൽ ഖസസ്, സൂറത്തുൽ ഖസസ് എന്നതാണ്. മൂസാ നബി അലൈഹി സ്വലാമുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചരിത്രമാണ് ആ സൂറത്തിൽ അള്ളാഹു ധാരാളമായി പറയുന്നത്. എന്നാൽ താരീഖ് എന്ന് പറയുന്ന പരമ്പരാഗതമായി ചരിത്രത്തിന് അറബിയിൽ പറയുന്ന ആ ഒരു വാക്ക് ഖുർആനിൽ എവിടെയും ഉപയോഗിച്ചത് നമുക്ക് കാണാൻ സാധിക്കുകയില്ല. കാരണം ഒന്ന്, ഇസ്ലാമിൽ ചരിത്രം എന്ന് പറയുന്നത് പരമ്പരാഗതമായ ചരിത്ര വായനയുടെ പേരല്ല. അതുകൊണ്ട് തന്നെ പരമ്പരാഗതമായി ചരിത്രം പറയുന്ന അതിൻ്റെ ഒരു ട്രഡീഷണൽ മെത്തഡോളജിയിൽ നിന്ന് മാറി മറ്റൊരു രീതിയിലാണ് അള്ളാഹുവിൻ്റെ ഖുർആൻ ചരിത്രം പറയുന്നത്. സാധാരണ ഒരു വ്യക്തിയുടെ ചരിത്രം പറയുമ്പോൾ ആ വ്യക്തി ഇന്ന തീയതിയിൽ ഇന്ന സ്ഥലത്ത് ജനിച്ചു എന്ന് പറഞ്ഞാണ് ആ ചരിത്രം ആരംഭിക്കുക. എന്നാൽ വിശുദ്ധ ഖുർആനിൽ ചരിത്രം പറയുന്നിടത്ത് അള്ളാഹു അങ്ങനെ ഒരു രീതി എവിടെയും സ്വീകരിച്ചിട്ടില്ല. ഖുർആനിൽ ഏറ്റവും അധികം ചരിത്രം പറഞ്ഞ പ്രവാചകൻ മൂസാ നബി അലൈഹി ഇസ്ലാമാണ്. മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ ഡേറ്റ് ഓഫ് ബർത്ത് ഏതാണ് എന്ന് ഖുർആനിൽ നിന്ന് നമുക്ക് ഇവിടെ നിന്നും കിട്ടൂല. കാരണം അള്ളാഹുവിൻ്റെ പ്രവാചകന്മാരുടെ ജനനത്തീയതിയും മരണത്തീയതിയും പറയുന്ന ഒരു ചരിത്രമല്ല ഖുർആനിൽ അള്ളാഹു സ്വീകരിച്ചത് എന്ന് കാണാൻ സാധിക്കും.
എന്നാൽ ആ ചരിത്രത്തിൽ നിന്ന് ഉൾക്കൊള്ളേണ്ട പാഠം പഠിക്കുക, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു പറയുന്നത്, വകുല്ലൻ നഖുസ്സു മിൻ അംബാഇർ റുസുലി മാ നുസബ്ബിതു ബിഹി ഫുആദക വജാഅക ഫീ ഹാദിഹിൽ ഹഖ് വമൗഇദത്തുൻ വദിക്റാ ലിൽ മുഅ്മിനീൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹ് പറയുന്നത്, വകുല്ലൻ നഖുസ്സു അലൈക മിൻ അംബാഇർ റുസുൽ. അല്ലാഹു സുബ്ഹാനഹു വതആല വിശുദ്ധ ഖുർആനിലൂടെ ധാരാളം പ്രവാചകന്മാരുടെ നബഅകൾ, ചരിത്രങ്ങൾ, വൃത്താന്തങ്ങൾ താങ്കൾക്ക് നാം പഠിപ്പിച്ചു നൽകുന്നുണ്ട്. എന്തിനാണത്? മാ നുസബ്ബിതു ബിഹി ഫുആദക, താങ്കളുടെ ഹൃദയത്തെ അള്ളാഹുവിന്റെ മാർഗത്തിൽ ഉറപ്പിച്ചു നിർത്താനാണത്. അതാണ് ചരിത്രത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പാഠം എന്ന് പറയുന്നത്. ഏത് പ്രതിസന്ധികളുടെ സന്ദർഭങ്ങളിലൂടെ കടന്നു പോകേണ്ടി വന്നാലും, എത്ര വലിയ പരീക്ഷണങ്ങളെ അഭിമുഖീകരിക്കേണ്ടി വന്നാലും, ജീവിതത്തിന്റെ ഏത് വെല്ലുവിളികളെ നേരിടുന്ന സന്ദർഭങ്ങൾ ഒരാളുടെ മുമ്പിൽ കടന്നു വന്നാലും അതിനെയെല്ലാം തരണം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള കരുത്ത് ചരിത്രത്തിൽ നിന്ന് ലഭ്യമാകുമെന്നാണ് അള്ളാഹു നമുക്ക് പഠിപ്പിച്ചു നൽകുന്നത്. വജാഅക ഫീ ഹാദിഹിൽ ഹഖ്. ആ ചരിത്രം എന്ന് പറയുന്നത് കെട്ടുകഥകളല്ല, ഐതിഹ്യങ്ങളും മിഥ്യകളും ഇസ്ലാമിന് ചരിത്രം എന്ന് പറയൂല. ആരോ എഴുതി വച്ചതിന്റെ അടിസ്ഥാനങ്ങളില്ലാത്ത സംഭവങ്ങളുടെ പേരല്ല ഖുർആനിലെ ഖസസുകൾ, ചരിത്രങ്ങൾ. മറിച്ച് അത് വളരെ വ്യക്തതയുള്ള ചരിത്ര യാഥാർത്ഥ്യങ്ങളാണ്. അതിനേക്കാൾ ഉപരി വമൗഇദത്തുൻ വദിക്റാ ലിൽ മുഅ്മിനീൻ. ആ ചരിത്രങ്ങളിലൂടെ നിങ്ങൾ കടന്നു പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിൽ നിന്ന് ഒരുപാട് സാരോപദേശങ്ങൾ ലഭ്യമാകും, ഒരുപാട് പാഠങ്ങൾ നിങ്ങൾക്ക് അതിൽ നിന്ന് പഠിക്കാനുണ്ടാകും. ആ പാഠങ്ങൾ പഠിച്ച്, ഉപദേശങ്ങൾ ശ്രവിച്ച്, അള്ളാഹുവിന്റെ ദീനിന്റെ മാർഗത്തിൽ ഉറച്ച കാലുവെൽപ്പുകളുമായി മുന്നോട്ട് പോകാനുള്ള കരുത്താണ് നിങ്ങൾക്ക് ചരിത്രത്തിൽ നിന്ന് ലഭ്യമാകുന്നതെന്ന് അള്ളാഹുവിന്റെ ഖുർആൻ സാക്ഷ്യം വഹിക്കുന്നത് കാണാൻ സാധിക്കും. ഞാൻ പറഞ്ഞു വന്നത്, ഇസ്ലാമിന്റെ ചരിത്രത്തിൽ തീയതിക്ക് ആ നിലക്ക് വലിയ പ്രാധാന്യമില്ല. എന്നാൽ ആ ചരിത്ര സംഭവങ്ങൾക്കാണ് ഇസ്ലാം പ്രാധാന്യം നൽകുന്നത്. മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ കുട്ടിക്കാലം മുതൽക്കുള്ള ചരിത്രം അള്ളാഹുവിന്റെ ഖുർആനിലുണ്ട്. യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്റെ ചരിത്രം, ഒരുപക്ഷെ ഒരു പ്രവാചകന്റെ ചരിത്രം ഒരൊറ്റ സൂറത്തിൽ ആദ്യം മുതൽ അവസാനം വരെ നഹ്നു നഖുസ്സു അലൈക അഹ്സനൽ ഖസസ്, ഏറ്റവും നല്ല മനോഹരമായ ചരിത്രമെന്ന് അള്ളാഹുവിന്റെ ഖുർആൻ പരിചയപ്പെടുത്തി. യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്റെ ചരിത്രം ആ ഒരു സൂറത്തിൽ ആദ്യം മുതൽ അവസാനം വരെ അള്ളാഹു പ്രതിപാദിക്കുന്നുണ്ട്. പക്ഷെ അവിടെയും ഏത് ദിവസമാണ് യൂസുഫ് നബി അലൈഹി ഇസ്ലാം ജനിച്ചത്, ഏത് സന്ദർഭത്തിലാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ മൂസാ നബി അലൈഹി ഇസ്ലാം ഏത് തീയതിയിലാണ് ജനിച്ചത് എന്ന ചോദ്യത്തിന്റെ ഉത്തരം നമുക്ക് അവിടെ നിന്ന് കിട്ടൂല. അതാണ് ഖുർആനിന്റെ ചരിത്രം പറയുന്നതിന്റെ ഒരു രീതിശാസ്ത്രം എന്ന് പറയുന്നത്. അപ്പൊ അള്ളാഹുവിന്റെ റസൂലിന്റെ ജീവിതമാണ് പ്രധാനം. അതുകൊണ്ടാണ് ആ മാസത്തിൽ പ്രത്യേകമായ എന്തെങ്കിലും അനുഷ്ഠാനങ്ങളോ കർമ്മങ്ങളോ പടച്ചതമ്പുരാൻ സവിശേഷമായി നിശ്ചയിക്കാതെ പോയത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അള്ളാഹുവിന്റെ ഖുർആനിൽ റമദാൻ മാസത്തെ കുറിച്ച് പറയുന്നുണ്ട്. ഷഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ. അള്ളാഹുവിന്റെ ഖുർആൻ അവതീർണമായ മാസമാണ് എന്നതുകൊണ്ട് റമദാനിനെ കുറിച്ച് അള്ളാഹു ഖുർആനിൽ പ്രതിപാദിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഇന്ന ഇദ്ദത്തശ് ശുഹൂരി ഇൻദല്ലാഹി 12 ശഹ്റൻ ഫീ കിതാബില്ലാഹി യൗമ ഖലഖസ് സമാവാതി വൽ അർദ് മിൻഹാ അർബഅത്തുൻ ഹുറും ദാലിക ദീനുൽ ഖയ്യിം എന്ന് പറഞ്ഞ് മാസങ്ങളുടെ എണ്ണം 12 എണ്ണമാണ്. ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിന്റെ 1-ാം തീയതി മുതൽക്ക് തന്നെ അള്ളാഹു നിശ്ചയിച്ചു വെച്ച ഒരു പരമ യാഥാർത്ഥ്യമാണത്. ആ 12 മാസങ്ങളിൽ മിൻഹാ അർബഅത്തുൻ ഹുറും, 4 മാസങ്ങൾ വളരെ പവിത്രമായ മാസങ്ങളാണ്. ആ പവിത്രമായ മാസങ്ങൾ ഏതാണെന്ന് ഖുർആനിൽ പേര് പറയുന്നില്ല. അള്ളാഹുവിന്റെ റസൂൽ ആ മാസങ്ങളെ കുറിച്ച് പറയുന്നത് ദുൽഖഅദ, ദുൽഹിജ്ജ, മുഹറം, റജബ്, ഈ 4 മാസങ്ങളാണ് ഷഹ്റുൽ മുഹറമാത് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇതിനെക്കുറിച്ചാണ് ഖുർആനിൽ മാസങ്ങൾ എന്ന സ്വഭാവത്തിൽ പേരെടുത്തുകൊണ്ട് പരാമർശിക്കുന്നത്.
അള്ളാഹുവിന്റെ റസൂലിന്റെ ജനനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏതെങ്കിലും സ്വഭാവത്തിലുള്ള അനുഷ്ഠാനം എന്ന സ്വഭാവത്തിൽ എന്തെങ്കിലും പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ പഠിപ്പിക്കപ്പെട്ട കാര്യം ഒറ്റ കാര്യമാണ്. അത് തിങ്കളാഴ്ച ദിവസവുമായി ബന്ധപ്പെട്ട വിഷയമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സുഇല അൻ സൗമി യൗമിൽ ഇസ്നൈൻ, എന്തിനാണ് തിങ്കളാഴ്ച ദിവസത്തിൽ നോമ്പ് നോൽക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ ആ ചോദ്യത്തിന് അള്ളാഹുവിന്റെ റസൂൽ നൽകുന്ന മറുപടി ദാക യൗമു വുലിദ്തു ഫീഹി, ആ ദിവസത്തിലാണ് എന്റെ ജനനം സംഭവിച്ചത്. അതേപോലെ തന്നെ വയോമുൻ ബുഇസ്തു ഫീഹി, ആ ദിവസത്തിലാണ് എനിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നുബുവത്ത് നൽകി പ്രവാചകനായി എന്നെ നിയോഗിച്ചത്. അതുകൊണ്ട് നിങ്ങൾ എല്ലാ തിങ്കളാഴ്ചകളിലും നിങ്ങൾക്ക് സുന്നത്ത്, നോമ്പ് സുന്നത്താണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അഥവാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ആരാധന, ഒരനുഷ്ഠാനം എന്ന നിലക്ക് പഠിപ്പിക്കപ്പെട്ട കാര്യം എല്ലാ തിങ്കളാഴ്ചകളിലും നമുക്ക് നോമ്പ് നോൽക്കാൻ കഴിയുമെങ്കിൽ ആ നോമ്പ് നോൽക്കുക എന്നതാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുന്നത് കാണാൻ സാധിക്കും. ഞാൻ പറഞ്ഞത് അനുഷ്ഠാനപരമായിട്ടല്ല റബീഉൽ അവ്വൽ മാസം പ്രസക്തമാകുന്നത്, ആചാരപരമായിട്ടല്ല റബീഉൽ അവ്വൽ മാസം രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ളത്, മറിച്ച് ചരിത്രപരമായിട്ടാണ്. അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനം നടന്ന മാസം, അള്ളാഹുവിന്റെ റസൂലിന്റെ ഈ ദുനിയാവിലെ നിയോഗം അവസാനിപ്പിച്ചുകൊണ്ട് 63 വർഷക്കാലത്തെ സംഭവ ബഹുലമായ ജീവിതം അവസാനിപ്പിച്ചുകൊണ്ട് ഈ ലോകത്തോട് വിട പറഞ്ഞു പോയ ദിവസമുള്ള മാസം എന്ന സ്വഭാവത്തിൽ ഈ മാസം ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അതുകൊണ്ടാണ് മുസ്ലിം ലോകം, കേരളത്തിലോ ഇന്ത്യയിലോ മാത്രമല്ല, ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും മുസ്ലിം സമൂഹം ഈ റബീഉൽ അവ്വൽ മാസത്തിൽ അള്ളാഹുവിന്റെ റസൂലിനെ കുറിച്ച് ധാരാളമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന സന്ദർഭമാണ്. അത് കൂടുതൽ പറയേണ്ടുന്ന ഒരു കാലഘട്ടത്തിൽ കൂടിയാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാമല്ലോ, ഇസ്ലാമോഫോബിയ അതിന്റെ ഏറ്റവും ഭീകരമായ സ്വഭാവത്തിൽ ലോകത്ത് നിറഞ്ഞാടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഞാനും നിങ്ങളും ജീവിച്ചുകൊണ്ടിരിക്കുമ്പോ അള്ളാഹുവിന്റെ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നത് പോലെ അവരുടെ നാവിൻ തുമ്പുകളിലൂടെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന വാക്കുകളെക്കാൾ ഭീകരമാണ് അവരുടെ മനസ്സിനകത്ത് ഇസ്ലാമിനെ കുറിച്ച് വെച്ചു പുലർത്തുന്ന മനോഭാവങ്ങളെന്ന് അള്ളാഹുവിന്റെ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നത് പോലെ അള്ളാഹുവിന്റെ ദീനിനെ കുറിച്ചും ഇസ്ലാമിനെ കുറിച്ചും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചുമെല്ലാം അങ്ങേറ്റത്തെ അഭിശപ്തമായ, ഒരു നിലക്കും ഇസ്ലാമിനോട് ചേർത്ത് വെക്കാൻ ന്യായമില്ലാത്ത പല വിധത്തിലുള്ള വർത്തമാനങ്ങൾ നിരന്തരമായി കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളും ഇന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇസ്ലാമിനെ കുറിച്ച് വലിയ തോതിലുള്ള തെറ്റിദ്ധാരണകൾ ധാരാളമായി പ്രചരിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാലം, അള്ളാഹുവിന്റെ റസൂലിനെ കുറിച്ചും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നുബുവത്തിനെ കുറിച്ചും എന്നല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വ്യക്തി ജീവിതത്തെ കുറിച്ചുമെല്ലാം അങ്ങേറ്റത്തെ മോശമായ സ്വഭാവത്തിൽ വ്യാപകമായ പ്രചരണങ്ങൾ ആസൂത്രിതമായി അഴിച്ചുവിട്ടുകൊണ്ടിരിക്കുമ്പോ യഥാർത്ഥത്തിൽ ആരായിരുന്നു റസൂൽ? അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ദുനിയാവിൽ നിർവഹിച്ച ദൗത്യം എന്തായിരുന്നു? ആ ദൗത്യം ഈ കാലഘട്ടത്തിൽ എത്രത്തോളം പ്രസക്തമാണ് എന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ധാരാളം വർത്തമാനങ്ങൾ നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കേണ്ട ഒരു കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളും ഇന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അത് റബീഉൽ അവ്വൽ മാസമാകുമ്പോ അള്ളാഹുവിന്റെ റസൂലിന്റെ ജനന മരണങ്ങൾ നടന്ന സന്ദർഭം എന്ന നിലക്ക് ആ പറയൽ ഏറ്റവും കൂടുതൽ പ്രസക്തമായി കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഞാനും നിങ്ങളും ഇന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്നു എന്നതാണ്. ഈ റബീഉൽ അവ്വൽ മാസത്തിൽ ഇതുപോലെയുള്ള പരിപാടികൾ നമ്മൾ സംഘടിപ്പിക്കുമ്പോൾ യഥാർത്ഥത്തിൽ അതിന്റെ അന്തസ്സത്ത എന്ന് പറയുന്നത് എന്നാണ് ഞാൻ സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യം. ഇസ്ലാമിനെ കുറിച്ചും മുസ്ലിം സമുദായത്തെക്കുറിച്ചും ഇസ്ലാമിന്റെ പുറത്തുള്ള ജനവിഭാഗങ്ങളിൽ ഈ സ്വഭാവത്തിലുള്ള തെറ്റിദ്ധാരണകൾ ധാരാളമായി പ്രചരിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവർക്കിടയിൽ എന്താണ് യഥാർത്ഥത്തിൽ ഇസ്ലാം എന്ന ദഅവത്ത് ഏതെല്ലാം സ്വഭാവത്തിൽ നമുക്ക് നിർവഹിക്കാൻ പറ്റുമോ ആ സ്വഭാവത്തിലെല്ലാം നിർവഹിക്കേണ്ട ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ദഅവത്ത് എന്ന് പറയുന്നത്
അംശമാണ് നിങ്ങൾക്ക് ജനങ്ങൾക്കിടയിൽ എത്തിക്കാൻ കഴിയുക എങ്കിൽ നിങ്ങളത് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ പ്രധാനപ്പെട്ട ഖുതുബത്തുൽ വിദാ എന്ന് പറയപ്പെടുന്ന ചരിത്രത്തിൽ ഏറ്റവും മനോഹരമായ ആ പ്രഭാഷണം അവസാനിപ്പിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞത്. അത് മനസ്സിലാക്കി ആ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ടാണ് കഴിഞ്ഞ കാലങ്ങളിൽ മുസ്ലിം ലോകം ആ ഉത്തരവാദിത്വം ഏറ്റെടുത്തതെങ്കിൽ ഈ കാലഘട്ടത്തിൽ ആ ചുമതല നിർവഹിക്കാൻ ഏൽപ്പിക്കപ്പെട്ടവരാണ് ഞാനും നിങ്ങളും എന്ന ബോധ്യത്തിൽ നിന്നുകൊണ്ട് അള്ളാഹുവിന്റെ ദീനിനെ ഈ കാലഘട്ടത്തിൽ പ്രചരിപ്പിക്കുക, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ നിയോഗ ദൗത്യം ഈ കാലഘട്ടത്തിൽ ഞാനും നിങ്ങളും ഏറ്റെടുത്ത് നിർവഹിക്കുക എന്ന് പറയുന്നത് നമ്മുടെ ഉത്തരവാദിത്തമാണെന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് എന്നുകൂടി ഞാൻ ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. അതോടൊപ്പം മുസ്ലിം ഉമ്മത്തിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, അള്ളാഹുവിന്റെ റസൂലിന്റെ സുന്നത്ത് നമ്മുടെ ജീവിതത്തിന്റെ വഴികാട്ടിയാണ്. അള്ളാഹുവിന്റെ ഖുർആൻ എപ്രകാരമാണോ നമ്മുടെ ജീവിതത്തിന് വഴികാട്ടിയായി മാറുന്നത്, ആ ഖുർആനിന് എത്ര വലിയ പ്രാധാന്യമാണോ ഇസ്ലാമിൽ ഉള്ളത്, അതേ പ്രാധാന്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനുമുണ്ട് എന്ന് മനസ്സിലാക്കുന്നവരാണ് നമ്മളെല്ലാവരും. പക്ഷേ മുസ്ലിം സമുദായത്തിനകത്ത് സുന്നത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് പല വിധത്തിലുള്ള തെറ്റിദ്ധാരണകൾ പ്രചരിപ്പിക്കുവാനുള്ള ശ്രമങ്ങളും മുമ്പില്ലാത്ത വിധം നടന്നുകൊണ്ടിരിക്കുന്നതിന്റെ പല വിധത്തിലുള്ള അലയൊലികൾ മുസ്ലിം സമുദായത്തിനകത്ത് ഇന്ന് പ്രകടമായി ഞാനും നിങ്ങളും കണ്ടുകൊണ്ടിരിക്കുകയാണ്. സുന്നത്ത് എന്ന് പറയുന്നത് 7-ാം നൂറ്റാണ്ടിന്റെ അപരിഷ്കൃതത്വം പേറുന്ന അഥവാ 21-ാം നൂറ്റാണ്ടിന്റെ ഉത്തരാധുനികതയോട് സംവദിക്കുവാനുള്ള സംവേദനക്ഷമത നഷ്ടപ്പെട്ട ഈ കാലഘട്ടത്തോട് ഒരു നിലക്കും ചേർത്ത് വെക്കാൻ പാടില്ലാത്ത ചില വർത്തമാനങ്ങളും ചില ശര്യകളും മാത്രമാണ് ആ സുന്നത്തിലുള്ളതെന്നും അത് ഈ കാലഘട്ടത്തിൽ അനുയോജ്യമല്ല എന്ന സ്വഭാവത്തിലുള്ള പ്രചരണങ്ങൾ മുസ്ലിം സമുദായത്തിനകത്ത് മുമ്പില്ലാത്ത വിധം ധാരാളമായി നടന്നുകൊണ്ടിരിക്കുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ അള്ളാഹുവിന്റെ ഖുർആനിനെയും സുന്നത്തിനെയും ചേർത്ത് പിടിച്ചുകൊണ്ടല്ലാതെ അള്ളാഹുവിന്റെ ദീനിനെ പൂർത്തീകരിക്കുവാൻ സാധിക്കുകയില്ല എന്ന ഉറച്ച ബോധ്യത്തിൽ നിന്നുകൊണ്ടാണ് ഇസ്ലാം അതിന്റെ ആവിഷ്കാരം എല്ലാ കാലഘട്ടത്തിലും നിർവഹിച്ചിട്ടുള്ളത് എന്ന് വളരെ കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ ഖുർആനിലൂടെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റേണ്ടതിന്റെ ആവശ്യകത നിരന്തരമായി ഏതെങ്കിലും ഒരു സ്ഥലത്ത് മാത്രമല്ല ആവർത്തിച്ച് നമ്മളെ പഠിപ്പിക്കുന്നത് എന്ന് കാണാൻ സാധിക്കും. ഖുർആനിൽ എത്രയോ സ്ഥലങ്ങളിൽ അള്ളാഹുവിന്റെ ഇത്താഅത്തിനെ കുറിച്ച് പറയുമ്പോൾ ഇത്താഅത്തുർ റസൂൽ, റസൂലിനെ പിൻപറ്റേണ്ടതിന്റെ ആവശ്യകതയും അതിന്റെ കൂടെ ചേർത്തുകൊണ്ടാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനെ പിൻപറ്റാതെ അള്ളാഹുവിന്റെ ഖുർആനിനെ നമ്മൾക്ക് പിൻപറ്റിക്കൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കുകയില്ല. ഖുർആനിൽ പടച്ചതമ്പുരാൻ പറയുന്ന അധ്യാപനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നടപ്പിലാക്കണമെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനെ പിൻപറ്റുക എന്ന് പറയുന്നത് അങ്ങേയറ്റം ആവശ്യമുള്ള കാര്യമാണ്. ഇമാം മാലിക് റളിയല്ലാഹു റഹിമഹുല്ല പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു വർത്തമാനമുണ്ട്. അസ്സുന്നത്തു സഫീനത്തു നൂഹിൻ. സുന്നത്ത് എന്ന് പറയുന്നത് നൂഹ് നബി അലൈഹിസ്സലാമിന്റെ കപ്പൽ പോലെയാണ്. നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ കപ്പൽ ആ ജനതക്ക് ഏത് പ്രകാരമാണോ ഉപകാരപ്പെട്ടത്, അതുപോലെ തന്നെ മുസ്ലിം ഉമ്മത്തിന് മുന്നോട്ട് പോകണമെങ്കിൽ ഈ സുന്നത്തുർ റസൂൽ അനിവാര്യമാണ്. മൻ റകിബഹ നജ. ആരെങ്കിലും ആ കപ്പലിൽ കയറിയാൽ അവർ വിജയിക്കുകയും വമൻ തഖല്ലഫ അൻഹാ ഗരിഖ. ആരാണോ ആ കപ്പലിനെ മാറ്റിവെച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നത്, നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ കാലഘട്ടത്തിൽ ആരെല്ലാമാണോ മുങ്ങിപ്പോയത്, അതേപോലെ ഈ കാലഘട്ടത്തിൽ മുങ്ങിപ്പോകുന്നവരായിരിക്കും അവർ എന്ന് ഇമാം മാലിക് റഹിമഹുല്ല അദ്ദേഹത്തിന്റെ സുന്നത്തിന്റെ പ്രാധാന്യത്തെ കുറിച്ച് പറയുമ്പോൾ നമ്മളെ പഠിപ്പിക്കുന്നത് കാണാൻ സാധിക്കും. എന്ന് പറഞ്ഞാൽ ഈ കാലഘട്ടത്തിൽ മുസ്ലിം ഉമ്മത്തിന് മുന്നോട്ട് പോകണമെങ്കിൽ അള്ളാഹുവിന്റെ ഖുർആനുമായി ബന്ധപ്പെട്ട അധ്യാപനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പ്രായോഗികവൽക്കരിക്കണമെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനെ പിൻപറ്റുക എന്ന് പറയുന്നത് അങ്ങേയറ്റം പ്രാധാന്യമുള്ള കാര്യമാണ്. ആ സുന്നത്തിനെ അവഗണിച്ചുകൊണ്ട് മുസ്ലിം ഉമ്മത്തിന് മുന്നോട്ട് പോകാൻ സാധിക്കുകയില്ല. ഈ സുന്നത്തിനെ നിഷേധിക്കുക എന്ന് പറയുന്ന പ്രവണത ചരിത്രത്തിൽ ആദ്യമായി സംഭവിച്ചതല്ല. പല സന്ദർഭങ്ങളിലും സുന്നത്തിനെ നിരാകരിക്കുന്ന പ്രവണതകൾ ചരിത്രത്തിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. പ്രത്യേകിച്ച് 19-ാം നൂറ്റാണ്ടിന്റെ അവസാന ഭാഗവും 20-ാം നൂറ്റാണ്ടിന്റെ കൊണ്ട് സുന്നത്ത് ഈ കാലഘട്ടത്തിൽ അനുയോജ്യമല്ല
എന്ന സ്വഭാവത്തിലുള്ള പ്രചരണങ്ങൾ നടന്നത് നമുക്ക് കാണാൻ സാധിക്കും. ആ കാലഘട്ടത്തിലെ പണ്ഡിതന്മാർ അതിനെ വളരെ ധീരമായി നേരിട്ടുകൊണ്ടാണ്, നമുക്കറിയാം സയ്യിദ് അബുൽ അല മൗദൂദിയെ പോലെയുള്ള അദ്ദേഹത്തിന്റെ വളരെ പ്രസിദ്ധമായ ഒരു പുസ്തകമുണ്ട്, സുന്നത്ത് കി ആയിനി അഹിസിയത്ത് എന്ന് പറയുന്ന, മലയാളത്തിൽ സുന്നത്തിന്റെ പ്രാമാണികത എന്ന പേരിൽ പ്രസിദ്ധീകരിച്ച പുസ്തകം നിങ്ങൾക്കറിയാം. ആ കാലഘട്ടത്തിൽ സുന്നത്തിനെ നിഷേധിച്ചുകൊണ്ട് ഒരു വിഭാഗം ആളുകൾ വളരെ ആസൂത്രിതമായി രംഗത്ത് വന്നപ്പോ അതിനെ പ്രാമാണികമായി ബുദ്ധിപരമായി വളരെ മനോഹരമായി നേരിട്ട ചരിത്രമാണ് സയ്യിദ് മൗദൂദിയെ പോലെയുള്ള പണ്ഡിതന്മാർക്കുള്ളത് എന്ന് നമുക്ക് കാണാൻ സാധിക്കുമ്പോൾ അതിന്റെ പാരമ്പര്യം ഏതെങ്കിലും ഒരു കാലഘട്ടത്തിലോ ഏതെങ്കിലും ചില വ്യക്തികളിലോ പരിമിതപ്പെടുന്ന ഒന്നല്ല. മുസ്തഫ അസ്സിബായിയെ പോലെയുള്ള മഹാപണ്ഡിതന്മാർ ലോകത്ത് തന്നെ, പ്രത്യേകിച്ച് ഈജിപ്ത് കേന്ദ്രീകരിച്ചുകൊണ്ട് ഇതുപോലെയുള്ള സുന്നത്തിനെ നിഷേധിക്കുന്ന പ്രവണതകളുമായി രംഗത്ത് വന്നപ്പോൾ അതിനെ ധീരമായി നേരിട്ട പാരമ്പര്യം നമുക്ക് കാണാൻ സാധിക്കും. എന്ന് പറഞ്ഞാൽ ഓരോ സന്ദർഭങ്ങളിലും സുന്നത്തിനെ നിഷേധിക്കുന്ന പ്രവണതകളുമായി ആളുകൾ പ്രത്യക്ഷപ്പെട്ടപ്പോ, അതേപോലെ തന്നെ ഷഹീദ് അഹമ്മദ് റിളയെ പോലെയുള്ള പണ്ഡിതന്മാരും ഇതുപോലെയുള്ള സുന്നത്ത് നിഷേധത്തിന്റെ പ്രവണതയെ ശക്തമായി നേരിട്ടുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ടെങ്കിൽ, ഈ കാലഘട്ടത്തിലും ആ സ്വഭാവത്തിൽ ആരെല്ലാം ഏതെല്ലാം സ്വഭാവത്തിൽ രംഗത്ത് വരുന്നുണ്ടോ അതിനെ നേരിടുക എന്ന് പറയുന്നത്, അതിനെ അഭിമുഖീകരിക്കുക എന്ന് പറയുന്നത് ഈ കാലഘട്ടത്തിന്റെ നമ്മുടെ ബാധ്യത കൂടിയാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് നമ്മൾ ഈ സന്ദർഭത്തിൽ ഈ റബീഉൽ അവ്വൽ മാസത്തിനെ യഥാർത്ഥത്തിൽ ഉപയോഗിക്കേണ്ടത് എന്നുകൂടിയാണ് ഞാൻ ആമുഖമായി സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ എൻ്റെ പ്രസംഗം ദീർഘിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല. നമുക്കറിയാം ഈ കാലഘട്ടത്തിൽ ഇതുപോലെയുള്ള പ്രവണതകൾ പ്രത്യക്ഷപ്പെടുമ്പോൾ ഇസ്ലാമിന്റെ പക്ഷത്ത് നിന്നുകൊണ്ട് ഈ കാലഘട്ടത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനെ ജീവിപ്പിക്കുക എന്ന് പറയുന്ന ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് നിർവഹിക്കേണ്ടവരാണ് ഞാനും നിങ്ങളും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ ഉത്തരവാദിത്വം നിർവഹിക്കാൻ നമ്മൾ രംഗത്തിറങ്ങണമെന്നാണ് ഈ സമ്മേളനം, ഈ ബഹുജന സംഗമം ആഹ്വാനം ചെയ്യുന്നത് എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് പടച്ചതമ്പുരാൻ നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. വആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.